ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാൻ പോണത് എൻ്റെ ഒരു ചാനൽ സുബീസ് വ്ലോഗാണ്. ഈ ചാനലിൻ്റെ പേര് സൃഷ്ടി എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്, ചെടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ചാനലാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുന്ന സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് കൂടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഇതിൽ ഞാൻ ചെടി പരിപാലനവും പിന്നെ ചെടി സെയിലിങ് ഇതൊക്കെ ആയിരിക്കും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ രണ്ട് വീഡിയോയും കൂടി മിങ്കിളാകണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ എൻ്റെ ചെടി വിശേഷങ്ങൾ മാത്രമായിരിക്കും ഉൾപ്പെടുത്തുക. ഞാനും അമ്മയും ഉൾപ്പെട്ട ഈ ചെടി വിശേഷങ്ങളിൽ ചെടി നടലും ചെടി റീപോട്ടിങ് ഇതൊക്കെ നേരത്തെ മുതലേ എല്ലാവർക്കും സുപരിചിതമാണ്. പക്ഷേ വീഡിയോ കാണാത്ത കുറേ കൂട്ടുകാരുണ്ടാവും, എൻ്റെ വീഡിയോ അറിയില്ലാത്ത കുറേ കൂട്ടുകാരുണ്ടാവും. അപ്പം ആ കൂട്ടുകാർ വന്ന സൃഷ്ടി എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൗതുകരമായ നല്ല ചെടികൾ എങ്ങനെ നമുക്ക് നല്ല അധികം രാസവളങ്ങൾ പ്രയോഗം ഒന്നുമില്ലാതെ ചെടികൾ നല്ല ചൂട് പിടിപ്പിക്കാനുള്ള പുതിയ പുതിയ മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ തരുന്നതായിരിക്കും. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല നാച്ചുറൽ മണ്ണ്. നമുക്ക് ഇവിടെ ചെമ്മണ്ണില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് ചാണകപ്പൊടിയും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉമി, പിന്നെ ഒരു ശകലം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണമെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞ് ചേർക്കണ്ട, ഞങ്ങൾ അങ്ങനെ ഒരു ഇതിലാണ്. നമ്മൾ ചോട് പിടിച്ചിട്ട് പിന്നെ നമ്മൾ ബാസാക്കോട്ട അങ്ങനെയുള്ള നല്ല നല്ല ചെടികൾക്ക് വേണ്ടുന്ന വളങ്ങളുണ്ടല്ലോ, NPK, അങ്ങനെ താല്പര്യമുള്ളവർക്ക് കേട്ടോ നമ്മൾ ഈ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന തരത്തിൽ അങ്ങനെ അതൊക്കെ നമ്മൾ നട്ട് ചെടി ചോട് പിടിച്ചതിന് ശേഷം ചെയ്യുക. ഇപ്പം നമ്മൾ വെറും നാച്ചുറൽ മണ്ണിലും ഇതിലും നട്ട് ചെടിയൊന്ന് ചോട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് ഓടും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ പോട്ട് മിക്സ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ചകിരിച്ചോറുണ്ടായിരുന്നു, പക്ഷേ ചകിരിച്ചോറ് കുറേ നാൾ ചെടി ഇരുന്ന് കഴിയുമ്പം എന്തോ ചെടിക്ക് എനിക്ക് ഇപ്പം അത്രയൊരു ഇഷ്ടം തോന്നുന്നില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ചകിരിച്ചോറൊന്ന് മാറ്റി നിർത്തി നോക്കാം, നമുക്ക് ചെടികൾ ഒന്നുകൂടി വേരോടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഉമി തിരഞ്ഞെടുത്തത് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇത് എല്ലാം പോട്ട് മിക്സ് തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഓടും കഷ്ണം ഇട്ട്, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, പോട്ടിന് അടിയിൽ നല്ലോണം വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ചെടികളുടെ തണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോട്ടിൻ്റെ അടിവശം നമ്മൾ നല്ല സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം. അതിനുശേഷം വേണം ഈ പോട്ട് മിക്സ് ഇതിലേക്ക് വാരിയിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്കിത് കരികില, ഞാൻ സാധാ കരികില ഇടുന്നതായിരുന്നു, പക്ഷേ ഇപ്പോൾ കരികില അങ്ങ് നനഞ്ഞിരുന്നതുകൊണ്ട് വാരി വെച്ച കരികിലയ്ക്ക് പോലും ഒരു ഫംഗസ് ഉണ്ടോ എന്നൊരു സംശയം തോന്നിയതിൻ്റെ പേരിൽ ഞാൻ കരികില ഇടുന്നില്ല. ഇനി നമുക്ക് നല്ല ഉണങ്ങി പൊടിച്ച കരികില വീണ്ടും കിട്ടുമ്പോൾ നമുക്ക് ഇനി റീപോട്ടിങ്ങിൽ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഓടും കഷ്ണങ്ങളൊക്കെ പെറുക്കി വെച്ചു. പിന്നെ നമ്മൾ ഈ പോട്ട് മിക്സ് കൂടിയിട്ട് പിങ്ക് രഹസ്യ പോലെയുള്ള ചെടികളാട്ടാണ് നടുന്നത്. അഗ്ലോണിമ ടൈപ്പ് ചെടികളാണ് നടുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് നടേണ്ട ചെടികളാണ്. പിന്നെ നമുക്ക് ഈ സമയം നമുക്ക് സാഫ് ഉണ്ടെങ്കിൽ സാഫിലൊന്ന് മുക്കി വെച്ച് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് സാഫിൽ റെഡിയാക്കിയാൽ അതും ഒന്നുകൂടി നല്ലതാട്ടോ. സാഫ് എൻ്റെ കഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ പോട്ടി മിക്സിൽ നമുക്ക് വേണേൽ കുറച്ച് സാഫ് ചേർത്ത് ചിലർ ചേർത്ത് കൊടുക്കും കേട്ടോ. എന്തായാലും ഞാൻ ഇപ്പോൾ അതിലൊന്നും ചേർത്തിട്ടില്ല. ഇത് നാച്ചുറൽ മണ്ണും ഇതും ഉള്ള ഒരു ഇതാട്ടോ. പിന്നെ ഫെർട്ടിലൈസായിട്ട് നമ്മൾ ചേർക്കുകയില്ല. ചെടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര മുൻകരുതലാട്ടോ. അപ്പം ഈ ചെടി നടൽ, ഈ ചെടിയെ സ്നേഹിക്കൽ, ഇതൊക്കെ വഴി നമുക്ക് മനസ്സിന് നല്ല ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സിന് സ്ട്രെസ്സൊക്കെ കുറേ ഒഴിവാക്കി ശാന്തമാകാനും സമാധാനമാകാനും നമുക്ക് കഴിയുന്നുണ്ടെന്നുള്ള കേട്ടോ. അപ്പം ആർക്കെങ്കിലും ഈ പൂന്തോട്ട നിർമ്മാണത്തിൽ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ട് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ചെടി നടൽ നല്ലൊരു മനസ്സിനും ശരീരത്തിനും പിന്നെ നമുക്കൊരു ചെറിയ വരുമാന മാർഗവും കൂടിയാട്ടോ. അപ്പം ഞാൻ യൂട്യൂബ് ഉള്ളതിൻ്റെ പേരിൽ ഇത് അത്ര ഇമ്പോർട്ടൻസ് എടുത്തില്ലെങ്കിലും ഇപ്പം എനിക്ക് ഈ ചെടി വളരെ എനിക്ക് ഈ ചെടി രംഗത്തിലേക്ക് മുന്നോട്ട് വന്നാൽ എന്നൊരു തോന്നലും എനിക്കുണ്ട് കേട്ടോ. അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ അത് സംബന്ധമായ കാര്യങ്ങളും ഒക്കെ വരുന്നതായിരിക്കും, വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് കാണുവാണെങ്കിൽ ഇനി എൻ്റെ തുടർച്ചയായിട്ടിടുന്ന വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നു കേട്ടോ. അപ്പം വളരെ വലിയ ബൃഹത്തായ ഒരു സംഭവമൊന്നും അല്ലെങ്കിലും നമ്മുടെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എല്ലാവർക്കും പ്രയോജനപ്പെടാൻ പറ്റുമെങ്കിൽ, ചെറിയ രീതിയിലാണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെങ്കിൽ ഒന്ന് പ്രയോജനപ്പെടുത്തട്ടെ എന്നും ഞാൻ ഈ അവസരത്തിൽ വിചാരിക്കുക കേട്ടോ.
അങ്ങനെ ഞാനും അമ്മയും പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലെ ചേച്ചി ഒക്കെ ഉൾപ്പെട്ട ഈ വീഡിയോ വിശേഷങ്ങളാണ് എൻ്റെ യൂട്യൂബിൽ ഞാൻ സൃഷ്ടി എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന വീഡിയോ. മറ്റേ വീഡിയോകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഇട്ട വീഡിയോ കേട്ടോ. അത് പിന്നെ അത്യാവശ്യം റീച്ചായ ചാനലാണ്. അതുകൊണ്ട് പിന്നെ അതിൽ നിന്ന് ഞാൻ എടുത്ത വീഡിയോസാണ്. ഇതാണ് ഞാൻ എൻ്റെ ഈ സൃഷ്ടി എന്ന് പറഞ്ഞ ചാനലിന് വേണ്ടിയിട്ട് മാത്രം സ്വന്തമായിട്ട് ഇപ്പം ആദ്യമായിട്ട് ഞാൻ കണ്ടൻറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ചെടി നടൽ ഇവിടെ ഏകദേശം തീർന്നിരിക്കുകയാണ്. എല്ലാം ഒന്ന് നട്ടു. ഇനിയും നമുക്ക് പഴയതിരിക്കുന്ന ചെടിയും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ചൂട് ചീച്ചിലുണ്ടോ, ഇനിയും മണ്ണ് എന്തെങ്കിലും നമ്മളിങ്ങനെ വെള്ളമൊക്കെ കുടഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ചൂട് തെളിഞ്ഞു വരും. അപ്പോൾ അത് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഈ സമയത്താണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പം ആ സമയം മണ്ണൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ പൂക്കളധികം ഇല്ലാത്ത ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഇൻഡോർ സെറ്റ് ചെയ്യുന്ന ഇസഡ് പ്ലാന്റ്സ് പോലെയുള്ള പ്ലാന്റ്സുകളും പിന്നെ ബേഡ് നെസ്റ്റ് പ്ലാന്റ്, പിന്നെ മൊണസ്ട്രോ ബ്രോക്കൺ മുതലായ അനവധി ചെടികൾ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഇങ്ങനെ വെറുതെ നമ്മുടെ വീടുകളിൽ ഉള്ളിലും അകത്തളങ്ങളിലും ഒക്കെ നമുക്ക് മനസ്സ് ഒരു ഫ്രീ ആയിട്ട് ഒരു എന്താണ് കണ്ണിനും ഒക്കെ ഒരു കുളിർമ തരുന്ന രീതിയിൽ നമുക്ക് ഇൻഡോറായിട്ട് നല്ലോണം പ്ലാന്റ്സുകളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആ തരത്തിലുള്ള ഇൻഡോർ പ്ലാന്റ്സുകളാണ്. പൂവുള്ളതോ ആയിട്ടുള്ളതോ ചെടിയുള്ള അങ്ങനെയുള്ള അധികം ചെടികളൊന്നും എൻ്റെ അടുത്തില്ല. അതൊക്കെ ഞാൻ മുറ്റത്ത് പിന്നെ കോമ്പൗണ്ട് വാളിൻ്റെ വെളിയിലൊക്കെ നട്ടുവെച്ചിട്ടുണ്ട് അതുപോലത്തെ ചെടികൾ. പിന്നെ അടീനിയം കുറച്ച് ഉണ്ട്. എന്നാലും അടീനിയത്തിൻ്റെ വലിയൊരു കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അതും എനിക്ക് വളരെ ഇഷ്ടമുള്ള ചെടികളാണ്. അങ്ങനെ ഇതാ പോട്ടി മിക്സൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പോട്ടി മിക്സിൽ ചെടി നട്ട് ആ ചെടി നല്ലോണം വന്ന് അതിൽ നിന്ന് നമുക്ക് പുതിയ പുതിയ ഷൂട്ടുകൾ പൊട്ടിമുളയ്ക്കാൻ വേണ്ടിയിട്ട് പാകത്തിന് അത് മണ്ണിന് നല്ല നീർവീഴ്ച ഉണ്ടാകത്തക്ക രീതിയിൽ അത് നടണം എന്നാണ് കേട്ടോ അമ്മയോട് ഞാൻ പറഞ്ഞത്. നമുക്ക് ആ രീതിയിൽ വേണം ചെടി നടാൻ. ചെടികൾ നമ്മളിത്രയും ബുദ്ധിമുട്ടി നട്ടിട്ട് അത് ചോട് ചീഞ്ഞു പോകുമ്പോൾ നമുക്ക് വളരെ വിഷമമാണ് കേട്ടോ. അതുമല്ല ഈ ചെടികൾക്ക് അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണെങ്കിൽ എവിടെ നിന്ന് മേടിക്കുകയാണെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് മേടിക്കുന്ന ചെടികളാണ്. അപ്പോൾ അത് ചീഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ നടുന്നത് അത്ര കരുതലോടെ വേണം നടാൻ. പിന്നെ ചൂട് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ ശ്രദ്ധിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ സെയിൽ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അധികം വിലയില്ലാത്ത രീതിയിലുള്ള കലാത്തിയ വെറൈറ്റീസ് കുറച്ച് ഞാൻ ലക്കി ബാമ്പു, അത് പറഞ്ഞ പോലെ മോൺസ്റ്റർ ബ്രോക്കൺ, സിങ്കോണിയ ഒക്കെ കുറച്ച് ചെടികൾ ഞാൻ വിറ്റഴിപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വരും ദിവസങ്ങളിടുന്ന സെയിൽ വീഡിയോ നിങ്ങൾക്ക് ഉത്തമമാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യാം. അധികം പ്രൈസ് ലിസ്റ്റിലൊന്നും അല്ലാതെ നിങ്ങൾക്ക് താങ്ങാവുന്ന വിധത്തിലുള്ള അഫോർഡബിൾ പ്രൈസിലായിരിക്കും ഞാൻ എൻ്റെ ചെടികളൊക്കെ ഇനി സെയിലും ചെയ്യുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ ചെടി വിശേഷങ്ങൾ. ഇനി ഈ ചെടികളൊക്കെ ഒന്ന് എല്ലാം പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ചു. ഇനിയും നമ്മൾ നല്ല തണൽ കിട്ടത്തക്ക രീതിയിൽ സൂര്യപ്രകാശം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു സൺലൈറ്റ് കുറച്ച് ഏൽക്കത്തക്ക രീതിയിൽ, എങ്കിൽ അധികം ചൂടേക്കാത്ത രീതിയിൽ നമ്മൾക്ക് ഇതിനെ ഒന്ന് അകത്തേക്കല്ല ഒരു തണലത്തേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പം വെറും തണലത്ത് വെക്കുന്നതിലും നല്ലത് കുറച്ച് ഒരു സൂര്യൻ്റെയൊക്കെ അത്യാവശ്യം രശ്മികളൊക്കെ ഏൽക്കുകയും ചെയ്യണം കേട്ടോ. അല്ലാതെ വെറും തണലായി പോകരുത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ ചെടി വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചെടി വിശേഷങ്ങളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നും കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്കൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയേക്കണം. എന്തെങ്കിലും ഇനി ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിൽ കുറവുകളില്ലാത്തവരില്ല. എല്ലാം പിന്നെ ഒരേ രീതിയിലായിരിക്കില്ല, പലരും പല രീതിയിലായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞേക്കണം. എങ്കിലല്ലേ എനിക്ക് ഇനിയും തിരുത്താൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ നേരം വൈകുന്നേരമായി നമുക്ക് കുറച്ച് തിരക്കിലാണ് നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തത് കേട്ടോ.
അപ്പം എന്തായാലും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ രൂപം ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പ്രത്യേകം പറയുന്നില്ല. ഇതിൽ ഓരോ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കിയേക്കണം കേട്ടോ. വീഡിയോ അത്രയും ഞാൻ വ്യക്തമാക്കി ഓരോ സമയത്തും പറയാൻ പറ്റുന്നില്ല. അതുപോലെയാണ് ഞാൻ വീഡിയോ എടുത്തതും. നമ്മൾ നേരിട്ട് വോയിസ് ഓവർ കൊടുക്കുകയല്ല, എല്ലാം ചെയ്തതിന് ശേഷമാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ചെടികൾക്ക് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാവും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ ടേക്ക് കെയർ.